ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശു കർത്താവ് ശമരിയ സ്ത്രീയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ്. ശിഷ്യന്മാരെ പറഞ്ഞുവിട്ട് ആ സ്ത്രീയുമായിട്ടുള്ള സംവാദത്തിൽ ആത്മാവിലുള്ള കാര്യങ്ങൾ മുഴുവൻ പ്രവചിച്ച് അവളെ ഒരു സുവിശേഷകയാക്കി മാറ്റിയതുപോലെ ദൈവം നമ്മളോട് സംസാരിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി, എത്ര വയസ്സായി, അത്രയും നാളായി സംസാരിച്ചുകൊണ്ടിരിക്കുക. വിശുദ്ധ മാമോദീസായാൽ കർത്താവിൻ്റെ വചനം കണ്ടു കേട്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ അല്ല. നിങ്ങളേത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും യേശുവിന് മതമോ ജാതിയോ ഇല്ലല്ലോ. സർവ്വജനത്തിനുണ്ടാകുവാനുള്ള സന്തോഷമല്ലേ യേശു. അതുകൊണ്ട് ആ യേശുവിൻ്റെ സ്നേഹത്താൽ പ്രചോദിതരായിരിക്കുവാൻ സാധിക്കുമ്പോൾ മാത്രമേ മറ്റുള്ളവരുടെ അടുക്കിലേക്ക് നമുക്ക് ചെല്ലാൻ സാധിക്കുകയുള്ളൂ. നമ്മളുടെ അടുക്കിലേക്ക് വരുന്നവരെ സ്വീകരിക്കുന്നതിനേക്കാൾ മറ്റുള്ളവരിലേക്ക് താണിറങ്ങുവാൻ ഒരു പ്രയാസത്തിലിരിക്കുന്ന ഒരു ഭവനത്തിൽ, ആവശ്യത്തിലിരിക്കുന്ന ഒരു ഭവനത്തിൽ അവിടേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, അതൊരു വലിയ അനുഭവമാണ്. ആ അനുഭവത്തിൻ്റെ ഭാഗമായി തീരുവാൻ സാധിക്കും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, യേശു ശമരിയക്കാരത്തി സ്ത്രീയുടെ അടുക്കൽ ഇറങ്ങിച്ചെന്നതുപോലെ ഞങ്ങൾക്കും ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ അനേക ആവശ്യത്തിലും ഭാരത്തിലും കർത്താവിനെ അറിയാതെ ഇരിക്കുന്നവർക്ക് ആ ദൈവീകത്വം വെളിപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് വിനയം തരണമേ, ഞങ്ങൾക്ക് വിശുദ്ധി തരണമേ, ഞങ്ങൾക്ക് വിവേകം തരണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, എം പിമാർ, MLA മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, ലോകമാണ് സുവിശേഷം പ്രഘോഷിക്കുന്നവർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സ്, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സാധാരണക്കാരിൽ സാധാരണക്കാരുടെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യുവാനുള്ള ശക്തിയുണ്ട്. ഞങ്ങളെ നിറയ്ക്കണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. തീരാത്ത കനിവിന്റെ കനലാണു തീക്കനൽ, അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ,